ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് പ്രകാരം ഞാനും ഓർഗനൈസർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി മെയിനായിട്ടുള്ളത് ഒന്ന് പേപ്പറും പിന്നെ കാർഡ്ബോർഡും ആണ് കേട്ടോ. അപ്പം പേപ്പർ കൊണ്ട് ഞാൻ ഇങ്ങനത്തെ 4 ബോക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 4 ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും ഉണ്ടാക്കാം. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ 2 കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, കാർഡ്ബോർഡിൻ്റെ പീസ്. എന്നിട്ട് അത് ഞാൻ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചതാണ് കേട്ടോ, പിങ്ക് പെയിൻ്റ് അടിച്ചിട്ട്. അപ്പം ഇത് കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് നമുക്ക് കാണാം. ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് പിങ്ക് തന്നെയാണ്. ഇതൊരു പിങ്ക് ആയതുകൊണ്ട് തന്നെ ഇതും ഒരു പിങ്ക് ആയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രിഡ് ലൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഗ്രിഡ് ലൈൻസ് കൊണ്ട് വരച്ചിട്ടുണ്ട്. ചെറുതായൊരു മടുപ്പ് വന്നതുപോലെ. കാരണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബോക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ അത് ആദ്യമേ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നന്ന്, എന്നാൽ നല്ല പെർഫെക്ഷനോട് കൂടിയുള്ളത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓർഗനൈസർ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഇനിയുള്ള കാര്യമൊക്കെ വെരി സിമ്പിളാണ്. ഇങ്ങനെ ഓരോ ബോക്സസും എടുക്കുക, 2 വശത്തും ഈ കാർഡ്ബോർഡ് ഒട്ടിക്കുക. എന്നിട്ട് ഓരോ ബോക്സസ് എടുത്ത് അടിയിലൊന്ന് വെക്കുക, പിന്നെ ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക. അങ്ങനെ നല്ല സിമ്പിളായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്ര വലിയ ഉറപ്പൊന്നും പ്രതീക്ഷിക്കരുത്. അത്ര പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഞാൻ വെറും ഗ്ലൂ കൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലൂ കൊണ്ട് ചെയ്യാൻ അത്ര സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബോക്സിലൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒന്ന് ഉറപ്പിൽ നിന്നോട്ട് വെച്ച് ബാക്കി 2 കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഐറ്റത്തിൻ്റെ ഫൈനലൊക്കെ കണ്ടാലോ, ഇതാണ് ഐറ്റം, കണ്ടില്ലേ? അപ്പം ഞാൻ 4 വെച്ചതിന് ശേഷം എനിക്കിവിടെ എന്തോ ഒരു ഹാങ്ങിങ്ങിന് ഒരു കഴിയാത്ത പോലെ, ഹാങ് ചെയ്ത് വെക്കാനല്ല, പക്ഷെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു. പിന്നെ എല്ലാതും നമുക്കൊരു ക്യൂട്ടാണല്ലോ, അങ്ങനെ ക്യൂട്ടെന്ന് എഴുതിയും വെച്ചു. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ കൊള്ളുന്നു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ജേർണൽ സപ്ലൈസ് ഒക്കെ ഇതിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെയുള്ള സ്റ്റിക്കേഴ്സ്, പിന്നെ വാഷി ടേപ്പ്, പിന്നെ വേറെ വാഷി ടേപ്പ്, പിന്നെ സ്റ്റാമ്പ്സ്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ ഈ ഓർഗനൈസർ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.